വ്യത്യസ്തമായ സാഹചര്യത്തിൽ ടെക്നോളജിയുടെ സാധ്യത ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ മീറ്റിംഗ് ഹാളിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. തീർച്ചയായും മനോഹരമായ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ, അത് പ്രയോജനപ്പെടുന്ന എങ്ങനെയെന്ന് ഒരിക്കൽ കൂടി മനസ്സിലാക്കാൻ നമ്മൾ ഇവിടെ ഒരുമിച്ച് ചേർന്നപ്പോൾ ദൈവത്തിന്റെ മഹത്തരമായ അനുഗ്രഹം നമുക്ക് കൂടിയേ തീരൂ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. താങ്ക് യു. ഇന്ന് ലോകത്തിന്റെ എല്ലാ സെക്ടറുകളും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ടെക്നോളജി എത്തിപ്പെടാത്ത ഒരു മേഖലയും ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. കാർഷിക രംഗം എടുത്തു നോക്കിയാലും, ട്രേഡിംഗ് രംഗം എടുത്തു നോക്കിയാലും, ബിസിനസിന്റെ ഓരോ തലങ്ങളെടുത്ത് പരിശോധിച്ചാലും, വിദ്യാഭ്യാസ രംഗം എടുത്ത് പരിശോധിച്ചാലും, ഇങ്ങനെ ഏത് മേഖല എടുത്ത് പരിശോധിക്കുമ്പോഴും ടെക്നോളജി അതിന്റെ യഥാർത്ഥമായ പവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഡെവലപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലോകത്തെ ആദ്യത്തെ വുഡ പ്രൊജക്റ്റിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ഈ മീറ്റിംഗ് ഹാളിൽ സംസാരിക്കാനുള്ളത്. ടെതർ ഓഷ്യൻ, എ സെൽഫ് അപ്രീഷിയേറ്റിംഗ് ഡെഫി പ്രൊജക്ട്. www.tetherocean.com എന്ന വെബ്സൈറ്റിലൂടെ ഇതിന്റെ ആധികാരികമായ ഇൻഫോർമേഷൻസ് നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. ഈ ആശയത്തിൽ ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ സൂം പ്രോഗ്രാമുകളിലൂടെ തന്നെ നിരവധി ഓപ്പർച്യൂണിറ്റികൾ പരിചയപ്പെട്ട ആൾക്കാരാണ് നമ്മൾ എല്ലാവരും. ഈ ഓപ്പർച്യൂണിറ്റികളെല്ലാം തന്നെ സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തരാൻ പോകുന്ന പര്യാപ്തമായ ഓപ്പർച്യൂണിറ്റികളായിരുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ പലതും ഇന്ന് ഇല്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ നമുക്ക് അതിൻ്റെതായ സംശയങ്ങളും അതിൻ്റെതായ ആശങ്കകളും നമ്മുടെ ഉള്ളിൽ എപ്പോഴും വരാറുണ്ട്. ഈ സംശയങ്ങൾക്കും ആശങ്കകൾക്കും പരിഹാരമായി ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എന്തുണ്ട് എന്ന് പരിശോധിക്കുക എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും വളരെ പ്രാധാന്യമുള്ള ഘടകമാണ്. ഈ പ്രസന്റേഷന്റെ ഓരോ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഇവിടെ എന്താണ് പുതുമയായിട്ടുള്ളത്, ഈ സബ്ജക്റ്റ് എന്താണ് നമ്മൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ, മനസ്സിലാക്കിയ കാര്യങ്ങളെ പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ, ഇത് വലിയൊരു പ്ലാറ്റ്ഫോമായിട്ട് മാറുന്നത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കും. ആ പ്ലാറ്റ്ഫോമിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കിയെടുക്കാനും സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയെ ഈ ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ സെഷനിലേക്ക് കടക്കുകയാണ്. ഈ പ്രോഗ്രാം ഒരു 100% ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമുകൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ ടോട്ടൽ കൺട്രോൾ നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടു കൂടി ബ്ലോക്ക് ചെയിനിലാണ്. ഇതിന്റെ സപ്ലൈ, ലിക്വിഡിറ്റി, ഡെഫിനിഷനും ബൈ പ്രോസസ്സും സെൽ പ്രോസസ്സും എല്ലാം ബ്ലോക്ക് ചെയിനിൽ അധിഷ്ഠിതമാണ്. ബ്ലോക്ക് ചെയിൻ BEP20 പ്ലാറ്റ്ഫോമാണ് ഈ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ബിനാൻസിന്റെ ബ്ലോക്ക് ചെയിനായ BEP20 പ്ലാറ്റ്ഫോമിൽ BNB എന്ന ക്രിപ്റ്റോ കറൻസി ഗ്യാസ് ഫീ ആയി കൊടുത്തുകൊണ്ട് USDT എന്ന സ്റ്റേബിൾ കറൻസി കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ സിസ്റ്റത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏത് സെക്ടറിൽ നിന്നുകൊണ്ടും, ലോകത്ത് ഏത് രാജ്യത്ത് നിന്നുകൊണ്ടും ഈ സിസ്റ്റവുമായിട്ട് ഒരാൾക്ക് മാറാനും ഇതിന്റെ നേട്ടങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുമെന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. രണ്ടാമത്തെ പ്രത്യേകത, ഇതിന്റെ ബൈ സെൽ ട്രാൻസാക്ഷൻസ് റിയൽ ടൈമായി നടക്കുന്നു എന്നുള്ളതാണ്. റിയൽ ടൈം ബൈ സെൽ ട്രാൻസാക്ഷൻ ആണ് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതിന്റെ ബൈ പ്രോസസ്സിലൂടെ നമുക്ക് ലഭിക്കുന്ന യൂണിറ്റുകൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടാകും. ഈ യൂണിറ്റുകൾ നമ്മുടെ കൈവശം വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് USDT ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ സെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ സമയത്ത് തന്നെ നമുക്ക് അത് ചെയ്യാനും സാധിക്കും. ഈ പ്ലാറ്റ്ഫോമിനെ മാർക്കറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഇതിലൊരു അഫിലിയേറ്റ് പേ ഔട്ട് ഈ സിസ്റ്റത്തിൽ വെച്ചിട്ടുണ്ട്. 43% ആ റിയൽ ടൈം ആയിട്ട് കൊടുക്കുന്ന ആ പേ ഔട്ടിന്റെ വലിപ്പം. തീർച്ചയായും കൈ നിറയെ പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കും. കാരണം 43% അഫിലിയേറ്റ് പേ ഔട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം നല്ലൊരു ഇൻകം ഏൺ ചെയ്യാനുള്ള പൊസിഷൻ നമുക്കവിടെ കാണാൻ സാധിക്കും. ഇതെല്ലാം ഉള്ളപ്പോൾ എന്താണ് ടെതർ ഓഷ്യൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ പ്രസക്തി? ഈ ആശയത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് വരുന്ന ചെലവ് എത്രയാണ്? 20 USDT ആണ് ഏറ്റവും മിനിമം വേണ്ട ചെലവ്. അത് 21
22, 25, 30, 50, 100, 200, 300 ഏത് സംഖ്യ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പരമാവധി 1000 USDT ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ടോക്കൺ പോക്കറ്റ്, മെറ്റാമാസ്ക്, ട്രസ്റ്റ് വാലറ്റ് ഇതിൽ ഏതെങ്കിലും ഒരു ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ നമ്മൾ തയ്യാറാക്കണം. അതിൽ ഗ്യാസ്മിക്ക് വേണ്ടി $1 BNB എങ്കിലും ലോഡ് ചെയ്ത് വെക്കണം. എന്നിട്ട് എത്ര USDT നമ്മൾ ബൈ ചെയ്യണമോ അത്രയും USDT ലോഡ് ചെയ്ത് വയ്ക്കുകയും ചെയ്യണം. അങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ ഈ സിസ്റ്റത്തിന്റെ രജിസ്ട്രേഷൻ പ്രോസസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സിസ്റ്റം നമ്മൾ മുതൽ മുടക്കിയ എമൗണ്ടിന്റെ 35% വിലയുള്ള കോയിൻസ് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഹോൾഡിങ്ങിലേക്ക് തരും. ഈ യൂണിറ്റ്സ് അത്രയും പിന്നീട് സിസ്റ്റം നടക്കുന്ന ബൈ സെൽ ട്രാൻസാക്ഷനെ ബേസ് ചെയ്ത് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോ 35% നിന്നും അത് 36%, 37%, 100%, 200%, 300%, 400%, ഗ്രോ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്നർത്ഥം. കടന്നു വരാൻ ഈസിയാണ് എന്നുള്ളതാണ് ഈ പ്ലാറ്റ്ഫോമിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏത് സാധാരണക്കാരനും ഇതിന്റെ ഭാഗമായിട്ട് മാറാം. കാരണം 20 USDT എന്ന് പറയുന്നത് ഒരു വലിയ സംഖ്യയല്ല. എന്നാൽ ആ 20 USDT ഉപയോഗിച്ചുകൊണ്ട് ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി നിന്നാൽ നമുക്ക് നേടാൻ സാധിക്കുന്നത് വലിയ സാധ്യതയുള്ള ഒരു ഇൻകം പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിനുവേണ്ടി സിസ്റ്റം വച്ചിരിക്കുന്ന മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് എത്രയാണെങ്കിലും എവറി ബൈ എമൗണ്ട് ആ ബൈ ചെയ്യുന്ന സമയത്തും റീബൈ ചെയ്യുന്ന സമയത്തും ആ എമൗണ്ടിനെ സിസ്റ്റം കൃത്യമായിട്ടൊരു ഡിവിഷനിലേക്ക് മാറ്റുന്നു. വന്ന എമൗണ്ടിന്റെ 52% ഈ സിസ്റ്റത്തിന്റെ ലിക്വിഡിറ്റി അല്ലെങ്കിൽ സിസ്റ്റം ബാക്കപ്പ് BP20 ബ്ലോക്ക് ചെയിനിലുണ്ട്, അതിലേക്ക് മാറ്റിവെക്കുന്നു. ആ ബാക്കപ്പിൽ വെച്ചിരിക്കുന്ന വാലറ്റ് അത് എൻക്രിപ്റ്റഡ് മോഡിൽ ക്രിയേറ്റ് ചെയ്ത വാലറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ വാലറ്റ് വന്നിരിക്കുന്ന ഫണ്ടിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ഈ സിസ്റ്റത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ ആളുകൾക്കും മാത്രമേ സാധിക്കൂ. അവർക്ക് അവരുടെ കോയിൻ സെല്ല് ചെയ്യുമ്പോൾ അതിന്റെ പേയ്മെന്റ് എന്ന രൂപത്തിൽ മാത്രം എടുക്കാൻ സാധിക്കും. അല്ലാതെ ഒരു തരത്തിലും ആ സിസ്റ്റത്തിലുള്ള ബാക്കപ്പ് ഫണ്ടിനെ മാറ്റിമറിക്കാൻ ലോകത്ത് ആർക്കും സാധിക്കില്ല. കാരണം എൻക്രിപ്റ്റഡ് മോഡിൽ ആ വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ. അപ്പൊ 52% ലിക്വിഡിറ്റിയിൽ വെച്ചാൽ പിന്നീട് 45% ഫണ്ട് ഉണ്ട്. ആ 45% ഫണ്ടിൽ 5% സിസ്റ്റം മെയിൻ്റനൻസിന് വേണ്ടി ഉപയോഗിക്കും. ബാക്കി 43% ഈ സിസ്റ്റത്തിന്റെ മാർക്കറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് വരുമാനത്തിന് വേണ്ടി കൊടുക്കാനുള്ളതാണ്. ഈ 43% എന്ന് പറയുന്ന മാർക്കറ്റിംഗ് എക്സ്പെൻസ് നോർമലി നമ്മൾ ഏത് പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവിടെ അഡ്വർടൈസ്മെന്റുകൾ ഉണ്ടാകും, അവിടെ മീഡിയേറ്റേഴ്സ് ആയ ആൾക്കാർ ഉണ്ടാകും. ഇവർക്കെല്ലാം കമ്മീഷൻസും മറ്റു കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി സിസ്റ്റം ഉപയോഗിക്കുന്ന ഫണ്ടാണ് മാർക്കറ്റിംഗ് എക്സ്പെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് വേർഡ് ഓഫ് മൗത്ത് ആണ്. ഈ സിസ്റ്റത്തിൽ യൂണിറ്റ്സ് ലഭിച്ച ആൾക്കാർ, അവർക്ക് കിട്ടിയ അപ്രീസിയേഷന്റെ പ്രത്യേകത, ഈ സിസ്റ്റത്തിന്റെ സയൻസ്, ഇതെല്ലാം അവരുടെ സുഹൃത്തുക്കളിലേക്കോ പരിചയക്കാരിലേക്കോ അവർ തന്നെ എത്തിക്കുന്ന ഒരു മാർക്കറ്റിംഗ് മെത്തേഡാണ് ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടുന്ന എഫേർട്ടുകൾ നമുക്ക് പണമായി മാറുന്ന ഒരു സാഹചര്യം ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടിയാണ്. അതിനുവേണ്ടി സിസ്റ്റം വെച്ചിരിക്കുന്നത് ആ 43% വരുന്ന മാർക്കറ്റിംഗ് എക്സ്പെൻസിൽ 23% ഉപയോഗിച്ച് ഒരു 10 ലെവലിലേക്ക് നമുക്കൊരു ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. 10 ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറുമ്പോൾ നമുക്കൊരു ഇൻവൈറ്റ് ലിങ്ക് ലഭിക്കുന്നുണ്ടാകും. ആ ഇൻവൈറ്റ് ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എത്ര പേരിലേക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ടോ അവർ എല്ലാം എത്ര എമൗണ്ട് കൊണ്ടാണ് ഈ സിസ്റ്റത്തിൽ കടന്നു വരുന്നത് ആ എമൗണ്ടിന്റെ 10% ഫണ്ട് ഫസ്റ്റ് ലെവലിൽ നമുക്ക് ലഭിക്കും. നമ്മൾ നേരിട്ട് സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് 10%. ഇനി അവർ സ്പോൺസർ ചെയ്യുമ്പോഴോ അത് നമ്മുടെ സെക്കൻഡ് ലെവലായി അതിൽ നിന്ന് 3% ലഭിക്കും. 3, 4, 5 ഈ ലെവലിൽ നിന്ന് നമുക്ക് 2% ലഭിക്കും. 1, 2 ലെവലിൽ ഇൻകം കിട്ടാൻ സിസ്റ്റത്തിന് പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല. ആര് ബിസിനസ് വെച്ചാലും അവർക്ക് ആ പേയ്മെന്റ് ഇൻസ്റ്റന്റ് ആയി ലഭിക്കും. അത് ഇൻസ്റ്റന്റ് ആയിട്ട് വിഡ്രോ ചെയ്യാവുന്നതുമാണ്. $1 ഉണ്ടെങ്കിൽ $1 നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. എന്നാൽ 3, 4, 5 ലെവലിൽ ഇൻകം ലഭിക്കാൻ സിസ്റ്റം ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്. 50 USDT നമ്മുടെ പേഴ്സണൽ പാക്കേജ് ആയിട്ട് ഉണ്ടാകണം. 5 ഡയറക്റ്റ് റെഫറൽ നമ്മൾ ചെയ്തിട്ടുണ്ടാകണം. $250 ഡയറക്റ്റ് ബിസിനസ് വോളിയവും നമ്മൾ ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ 3, 4, 5 ലെവലിൽ നിന്ന് ബ്ലോക്ക് ചെയിനിൽ നിന്ന് ഇൻകം റിലീസ് ചെയ്യാൻ സാധിക്കൂ. ഇനി 6, 7, 8, 9, 10 ഈ 10 ലെവലിലേക്ക് വരുമാനം കൊടുക്കുന്നത് 6, 7, 8 ലെവലിൽ 1%, 9, 10 ലെവലിൽ 0.5%. ഈ ഇൻകം ലഭിക്കണമെങ്കിൽ നമ്മുടെ പാക്കേജ് 50 എന്നുള്ളത് 100ലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ടാകണം, അല്ലെങ്കിൽ റീബൈ ചെയ്ത് വന്നിട്ടുണ്ടാകണം. 5 ഡയറക്റ്റ് റെഫറലാണ് അവിടെയും ആവശ്യമുള്ളൂ. പക്ഷെ ഡയറക്റ്റ് ബിസിനസ് വോളിയമായിട്ട് $500 ഡയറക്റ്റ് ബിസിനസ് വോളിയം അപ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ടാകണം.
അപ്പോ എനിക്ക് ഈ സിസ്റ്റത്തിൽ വരുന്ന ഏതൊരാളും അഡ്വൈസ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നിങ്ങൾ കടന്നു വരുമ്പോൾ $100 കടന്നു വരിക. എന്നിട്ടോ $100 ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു 5 പേരെ സ്പോൺസർ ചെയ്യുക. അപ്പൊ നമ്മൾ $100 കടന്നു വരികയും $5 $100 റെഫർ ചെയ്യുകയും ചെയ്താൽ സിസ്റ്റം പറയുന്ന ബേസിക് കണ്ടീഷൻ കഴിഞ്ഞു. 10 ലെവലിൽ ഇൻകം കിട്ടാനുള്ള പോസിബിലിറ്റി നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി സിസ്റ്റം ചെയ്യാൻ പോകുന്ന അടുത്ത കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. 11ാമത്തെ ലെവൽ മുതൽ ഈ സിസ്റ്റം നമുക്ക് വരുമാനം തരുന്നുണ്ട്. അത് ഇൻഫിനിറ്റ് ലെവലിലേക്കാണ് വെച്ചിരിക്കുന്നത്. അത് റാങ്കിനെ ബേസ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. 4% മുതൽ 16% വരെയും അതിലേക്കുള്ള ഫണ്ട് സിസ്റ്റം വെച്ചിട്ടുണ്ട്. സോ 43% വരുന്ന ഫണ്ടിൽ 23% ആദ്യത്തെ 10ലേക്ക് വെച്ചു, 16% റാങ്കിലേക്ക് വെച്ചു. അപ്പൊ 39%. റാങ്ക് എന്ന് പറയുന്നത് സിൽവർ റാങ്ക് ആണ് ആദ്യത്തേത്. സിൽവർ റാങ്ക് എത്താൻ വേണ്ടി സിസ്റ്റം പറയുന്ന കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ $100 പാക്കേജിൽ നിൽക്കുന്നവരാണല്ലോ. 5 ഡയറക്ട് ഓഫറിലും $500 ബിസിനസ്സും നമ്മൾ ചെയ്തിട്ടുമുണ്ട്. ഇനി ടീം വോളിയമായിട്ട് $5000 ബിസിനസ് വന്നാൽ മതി. അതായത് 500 ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു $4500 ബിസിനസ് കൂടെ വന്നാൽ നമ്മൾ സിൽവർ റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞു. സിൽവർ റാങ്ക് എത്തിക്കഴിയുമ്പോൾ സിസ്റ്റം 11ാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിലേക്ക് ഒരു 4% ഫണ്ട് നമുക്ക് തരും. അതായത് അവിടെ എല്ലാം നടക്കുന്ന ബിസിനസ് എത്രയാണോ അതിന്റെ 4% ഫണ്ട്. തീർന്നില്ല. ആദ്യത്തെ 10 ലെവലിൽ 4% ഇൻക്രിമെന്റും ഉണ്ടാകും. 10% എന്നുള്ളത് 14% മാറും. 3 എന്നുള്ളത് 7% മാറും. 2 എന്നുള്ളത് 6% മാറും. 6, 7, 8 ലെവലിൽ കിട്ടുന്ന 1% എന്നുള്ളത് 5% മാറും. 9, 10 ലെവലിൽ കിട്ടുന്ന 0.5% 4% മാറും. അപ്പോ റാങ്ക് ക്വാളിഫൈ ചെയ്യുമ്പോൾ ലെവൽ ഇൻകം കൂട്ടിയെടുക്കാം, കൂടുതൽ ലെവലിൽ നിന്ന് വരുമാനവും നേടിയെടുക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ബിസിനസ് ടേണോറിലേക്ക് ഒന്ന് എത്തിയാൽ മതി. ഇനി ഗോൾഡ് റാങ്കിലേക്ക് നമ്മൾ എത്തിയാലോ? ഗോൾഡ് റാങ്കിലേക്ക് എത്താൻ സിസ്റ്റം പറയുന്നത് $25,000 ടേൺ ഓവർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. 2 സിൽവറിനെ ക്രിയേറ്റ് ചെയ്യണം. ഒരു സിൽവർ ഒരു ലെഗിലും വേറൊരു സിൽവർ വേറൊരു ലെഗിലുമാണ്. ഇപ്പൊ എന്റെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം സിൽവർ റാങ്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറെ തയ്യാറാക്കിയപ്പോ ഇനി $35 ഉണ്ടെങ്കിൽ അദ്ദേഹം സിൽവർ ആകും. ഓൾറെഡി അദ്ദേഹത്തിന്റെ വേറൊരു ലെഗിൽ സിൽവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഗോൾഡ് റാങ്കിലേക്ക് എത്താൻ വളരെ ഈസിയായി. $25,000 ബിസിനസ് മാത്രമേ അവിടെ നമുക്ക് ആവശ്യമുള്ളൂ. ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയേ. നമ്മൾ സിൽവർ റാങ്ക് ആകുമ്പോൾ $5,000 ബിസിനസ് ചെയ്തു കഴിഞ്ഞു. നമ്മുടെ ടീമിൽ ഒരു $5,000 ബിസിനസ് വരുന്ന ഒരാൾ സിൽവർ ആയി മാറി. വേറൊരു $5,000 ബിസിനസ് ചെയ്യുമ്പോൾ അവിടെയും സിൽവർ വന്നു. $15,000 ബിസിനസ് അവിടെ ഓൾറെഡി ആയി കഴിഞ്ഞു. ഇനി ഒരു $10,000 ബിസിനസ് കൂടെ വന്നാൽ മതി ഉറപ്പായിട്ട് നമുക്ക് ഗോൾഡ് റാങ്കിലേക്ക് എത്താൻ. ഗോൾഡ് റാങ്കിൽ എത്തുമ്പോൾ 8% നമ്മുടെ ഇൻകം മാറുകയാണ്. അതായത് ഫസ്റ്റ് ലെവൽ ഇൻകം 10 എന്നുള്ളത് 18 ആയിട്ട് മാറും. സെക്കൻഡ് ലെവലിൽ 11% മാറും. തേർഡ് ലെവലിൽ 10% മാറും. അത് 4ാമത്തെ ലെവലും 5ാമത്തെ ലെവലിലും 10%. 6, 7, 8 ലെവലിൽ 9% മാറും. 9, 10 ലെവലിൽ 8% മാറും. 11ാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് 8% ലഭിക്കുകയും ചെയ്യും. എങ്കിൽ നമ്മൾ ഗോൾഡായി. 2 സിൽവർ വരുമ്പോഴല്ലേ നമുക്ക് ഗോൾഡ് ആകാൻ സാധിക്കൂ. ആ സിൽവറിന്റെ താഴെ ഒരു ബിസിനസ് വന്നാലോ? അവിടെ 4% സിൽവർക്കും 4% ഗോൾഡിനും കിട്ടും. അപ്പോ നമ്മുടെ താഴെ ഒരു റാങ്ക് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർ വന്നാൽ ആ റാങ്കുകാർക്ക് കൊടുത്തിട്ട് ബാലൻസ് ഉള്ളതാണ് നമ്മളിലേക്ക് കിട്ടുക. ഗ്യാപ് കമ്മീഷൻ എന്ന് പറയും. എന്നാൽ അതല്ലാത്ത ലെഗുകളുണ്ട്. 2 ലെഗിലെ സിൽവർ ഉള്ളൂ. ബാക്കി 3 ലെഗിൽ എവിടെ ബിസിനസ് വന്നാലും നമുക്ക് 8% കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. എമറാൾഡ് റാങ്കിലേക്ക് എത്തുമ്പോൾ $1,00,000 ബിസിനസ് നമ്മൾ ചെയ്താൽ മതി. 2 ഗോൾഡ് 12% നമ്മൾ ഇൻകം മാറും. ഗ്യാപ് കമ്മീഷനാണ് അവിടെയും നമുക്ക് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡയമണ്ട് റാങ്കിലേക്ക് എത്തുമ്പോൾ $5,00,000 ബിസിനസ് ആണ് സിസ്റ്റം ആവശ്യപ്പെടുന്നത്. 2 എമറാൾഡ് റാങ്കും. ഇവിടെ ഈ സിസ്റ്റം മുന്നോട്ട് വെക്കുന്ന ആശയത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. കാരണം അൺലിമിറ്റഡ് ലെവലിൽ നിന്ന് ഇൻകം തരുമെന്ന് പറയുമ്പോഴും സിസ്റ്റത്തിന് ഒരു ബേർഡൻ ഇല്ലാത്ത രൂപത്തിൽ അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരേ റാങ്കുകാർ ഒരേ ലെവലിൽ വന്നാൽ അവിടെ ഏറ്റവും താഴെയുള്ള റാങ്കുകാരുടെ വരുമാനം കൊടുക്കും, മേളിലവർക്ക് കൊടുക്കുന്നില്ല. പക്ഷെ ഈ സിസ്റ്റം പറയുന്ന 2 ആസ്പെക്ട്സുകൾ യൂണി ലെവൽ പ്ലാനിൽ വ്യത്യസ്തമായ ഒരു ആശയം നമുക്ക് സമ്മാനിക്കുകയാണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എത്ര പേരുള്ള സ്പോൺസർ ചെയ്യാം. അപ്പൊ നമ്മൾ റാങ്കിൽ എത്തിയിട്ട് ഡയറക്റ്റ് സ്പോൺസർ ചെയ്യുമ്പോൾ ഇപ്പോ ഡയമണ്ട് റാങ്കിൽ എത്തി, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരാളെ സ്പോൺസർ ചെയ്യുന്നു, നമുക്ക് 26% നമുക്ക് ഇൻകം. സോ അൺലിമിറ്റഡ് ആയിട്ട് ആളുകളെ സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ഈ സിസ്റ്റം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മളിലേക്ക് വരുമാനത്തിന്റെ ഒരു വലിയ നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കൃത്യമായ ഒരു ഫോക്കസ് ഉണ്ടാകണം. ഒരു ടീം വർക്കിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ പണം വരുന്നത് നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം ചെയ്ത് വിജയിക്കാൻ നമുക്ക് എളുപ്പമാണ്. വിജയിക്കാൻ ആവശ്യമായ എല്ലാ സോഴ്സുകളും ഈ സിസ്റ്റത്തിൽ വച്ചിട്ടുണ്ട്.
എന്നാൽ ഡെപ്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, 100 USD പാക്കേജ് നമുക്ക് ഉണ്ടാകണം. 5 ഡയറക്ട് റെഫറൽ നമ്മൾ ചെയ്തിട്ടുണ്ടാകണം. $500 ഡയറക്ട് ബിസിനസ് ഓളിയവും നമ്മൾ ചെയ്തിട്ടുണ്ടാകണം. കാരണം ബിസിനസ് ചെയ്തു പോകുമ്പോൾ $5000 ടേൺ ഓവർ വരുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി സിൽവർ ആയിക്കോളും. നമ്മൾ ഈ പ്രൈമറി കണ്ടീഷൻ കവർ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. ഉദാഹരണം, എ ബിനെ സ്പോൺസർ ചെയ്യുന്നു. എ $20 സ്റ്റാർട്ട് ചെയ്തത്. ബി $100 സ്റ്റാർട്ട് ചെയ്തു. ബി അപ്പൊ തന്നെ $100 5 പേരെ റെഫർ ചെയ്തു. അതിൽ ഒരാൾ, ഒരു എക്സ്, അദ്ദേഹം വളരെ ഫാസ്റ്റ് ആയിട്ട് ബിസിനസ് ചെയ്തപ്പോൾ $5000 ബിസിനസ് കൊണ്ടുവന്നു. സ്വാഭാവികമായിട്ടും ബി സിൽവർ ആയി. ബി സിൽവർ ആയതുകൊണ്ട് എ സിൽവർ ആകില്ല. അത് മാത്രമല്ല, ബി ചെയ്ത ബിസിനസ് എ സംബന്ധിച്ചോളം ഫസ്റ്റ് ലെവലാണ്, ബിയുടെ ബിസിനസ് സെക്കൻഡ് ലെവലുമാണ്. അവിടെ നിന്ന് പോകുന്ന ബിസിനസ് തേർഡ് ലെവലാണ്. അവിടെ നിങ്ങൾക്ക് ലഭിക്കുകയുമില്ല. ലഭിക്കണമെങ്കിൽ എ 5 ഡയറക്ട് റെഫറൽ കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. സോ ബിസിനസ്സിൽ വളരെ നിർണായകമായ ഒരു കാര്യമാണ് ഈ പ്രൈമറി ഗോൾ. നമ്മുടെ പാക്കേജ് 100 USD ആയിരിക്കണം, 5 ഡയറക്ട് റെഫറൽ ഉണ്ടാകണം, $500 ഡയറക്ട് ബിസിനസ് വോളിയം ഉണ്ടാകണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും 2 ലൈൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഏതെങ്കിലും 2 ലൈൻ ബിൽഡ് ചെയ്യുക. അപ്പോ എനർജറ്റിക് ആയിട്ട് ബിസിനസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ നമ്മുടെ ടീമിൽ ഉണ്ടാകും. അവരെ ഫോക്കസ് ചെയ്യുക. സ്വാഭാവികമായിട്ടും നമുക്ക് ഡെപ്തിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കും. ഡെപ്തിൽ സ്പോൺസർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ആ ഡെപ്ത് ബിൽഡിംഗ് ആണ് ഈ സിസ്റ്റത്തിന്റെ പവർ എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ കോർ, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന ഏത് പ്രോഗ്രാമിന്റെയും കോർ ഡെപ്തും വിഡ്ത്തുമാണ്. ഡെപ്ത് നിങ്ങൾ ബിൽഡ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ നിരവധി റാങ്കിലേക്ക് പെട്ടെന്ന് ഉയരുന്നുണ്ടാകും. ആ സമയം വിഡ്ത്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ കൂടുതൽ പണം കിട്ടുന്ന സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യും. നോക്കൂ, ABCDE 5 പേരെ സ്പോൺസർ ചെയ്തു. ബീനെ സ്പോൺസർ ചെയ്തപ്പോ ബീനെ വളരെ സജീവമായി ഡെവലപ്പ് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്തു. അതിനെ ഡെപ്ത് ബിൽഡ് ചെയ്തു. ഇയുടെ ഡെപ്തും ബിൽഡ് ചെയ്തു എങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് റാങ്കിലേക്ക് ഉയരുന്നുണ്ട്. ഈ സമയത്ത് ഒരു എഫിനെ നമ്മൾ സ്പോൺസർ ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് കൂടുതൽ ഇൻകം ആയിരിക്കും. കാരണം റാങ്കിലൂടെ നമുക്ക് കൂടുതൽ ഇൻകം കയറി വരും. സോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസിന്റെ യഥാർത്ഥമായ പ്ലാൻ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചാൽ ഈ സിസ്റ്റത്തിൽ നമുക്ക് നേടാൻ സാധിക്കുന്നത് കൈ നിറയെ പണമാണ്. അങ്ങനെ കൈ നിറയെ പണം സമ്പാദിച്ചു പോകുമ്പോൾ അതിനുവേണ്ടി നമ്മുടെ കൂടെ വരുന്ന ആളുകൾക്കുള്ള ബെനിഫിറ്റ് എന്താണ്? ഒരുപക്ഷെ അവർ ആക്റ്റീവായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നെറ്റ്വർക്കിന്റെ എല്ലാ ഗുണങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ടാകും. പക്ഷെ എല്ലാവരും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യത്തില്ല. ചിലർ വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാകും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ സിസ്റ്റം കൊടുക്കുന്ന ബെനിഫിറ്റ് 4 അഡ്വാൻറ്റേജുകളാണ്. ഇത് ആക്റ്റീവായി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും കിട്ടും, ഇനാക്റ്റീവായി നിൽക്കുന്ന ആൾക്കാർക്കും കിട്ടും. ആദ്യത്തെ അഡ്വാൻറ്റേജ്, പ്രൈസ് അപ്രീസിയേഷൻ ഓൺ എവറി ബൈ സെൽ ട്രാൻസാക്ഷൻ. ഈ സിസ്റ്റത്തിൽ ഒരു ബൈ നടന്നാൽ വില കൂടും, ഒരു സെല്ല് നടന്നാൽ അവിടെയും വില കൂടും. ബൈയും സെല്ല് നടക്കുന്നതനുസരിച്ച് വില കൂടിക്കൊണ്ടേയിരിക്കും. 2024 മാർച്ച് 20 ഈ സിസ്റ്റം തുടങ്ങുന്ന അന്ന് മുതൽ ഇന്ന് വരെയുള്ള ട്രാൻസാക്ഷൻ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏകദേശം 2200% കൂടുതൽ ഗ്രോത്ത് ഈ ബൈ സെൽ ട്രാൻസാക്ഷനിലൂടെ ഇതുവരെ സംഭവിച്ചു കഴിഞ്ഞു. കേവലം 8 മാസം കൊണ്ട് 2200% ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു സബ്ജക്റ്റ് അല്ല. എന്നാൽ ഈ സിസ്റ്റത്തെ തുടക്കത്തിൽ ഒരുപക്ഷെ റഗ് പൂൾ ആയിട്ട് തോന്നിയ ആൾക്കാരുണ്ടായേക്കാം. പക്ഷെ ഈ സിസ്റ്റം ഒരിക്കലും റഗ് പൂൾ അല്ല. കൃത്യമായി ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് എത്ര യൂണിറ്റ്സുകൾ ഉണ്ടോ ആ യൂണിറ്റ്സിന് കൃത്യമായിട്ട് എന്തെല്ലാം വേണമോ അതെല്ലാം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന രൂപത്തിലാണ് സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സിസ്റ്റം തുടങ്ങുന്ന ദിവസം ഒരു പ്രീ മൈൻഡ് കോയിൻസും ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടില്ല. നമുക്കറിയാം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ധാരാളം മുന്നോട്ട് വെച്ചപ്പോൾ ഓരോ പ്ലാറ്റ്ഫോമിലും നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും ഒരു n നമ്പർ ഓഫ് യൂണിറ്റ്സ് ആദ്യമേ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ടാകും. ഇപ്പോ ഒരു കമ്പനി IPO സ്റ്റേജിലൂടെ കുറെ ഷെയറുകൾ കൊണ്ടുവരുന്നുണ്ടെന്ന് വിചാരിക്കാം, പബ്ലിക് ലിസ്റ്റ് ചെയ്യുന്നു. അവിടെ ഒരു നിശ്ചിത എണ്ണം യൂണിറ്റ്, ലക്ഷക്കണക്കിന് യൂണിറ്റ് ആദ്യമേ പമ്പ് ചെയ്യുന്നുണ്ടാകും. ഒരു ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ ആ ക്രിപ്റ്റോ കറൻസി ഇത്ര മില്യൺ അല്ലെങ്കിൽ ഇത്ര ബില്യൺ കോയിൻസ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ടാകും. എന്നാൽ ടെതർ ഓഷൻ എന്ന സിസ്റ്റം തുടങ്ങുന്നത് 0 കോയിനിലായിരുന്നു, 0 യൂണിറ്റ്സിലായിരുന്നു. അതുപോലെ തന്നെ ആളുകൾ വരുന്നതിനനുസരിച്ച് അവർ യൂണിറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരുന്നു. ഇനി ആരെങ്കിലും സെല്ല് ചെയ്താൽ ആ സെല്ല് ചെയ്യുന്ന കോയിൻ അത്രയും ബേൺ ചെയ്ത് കളയും. അതുകൊണ്ട് തന്നെ ടോട്ടൽ സപ്ലൈ കൺട്രോൾ ചെയ്യുന്ന ഒരു ബേസിക് മാത്തമാറ്റിക്സ് ഈ സിസ്റ്റത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ ബേസിക് മാത്തമാറ്റിക്സിലേക്കാണ് ഈ ടേബിളിന്റെ ശ്രദ്ധ നിങ്ങൾ ശ്രമിക്കുന്നത്. ഇവിടെ സിസ്റ്റം തുടങ്ങുന്നത് 2024 മാർച്ച് 20 പറഞ്ഞു. അന്ന് ലോഞ്ചിങ് ടൈമിൽ ഈ സിസ്റ്റത്തിന്റെ ഫൈനൽ യൂണിറ്റിന്റെ എണ്ണം 0 ആയിരുന്നു, ഫൈനൽ ലിക്വിഡിറ്റിയും 0 ആയിരുന്നു. സിസ്റ്റം എന്താണ് ചെയ്യുന്നത്? ഒരു ബൈ നടക്കുന്ന സമയത്ത് അതിൽ 52% ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് സ്ക്രീനിൽ ഏറ്റവും ടോപ്പിൽ കാണാൻ സാധിക്കും. 52% ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്ത് വയ്ക്കുന്ന പ്രോസസ്സ് മാത്രമല്ല,
35% വിലയുള്ള കോയിൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. സോ ആദ്യത്തെ ട്രാൻസാക്ഷൻ നടക്കുന്നത് $100. $100 52% എത്രയാണ്? $52. അത് ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്ത് വെച്ചു. നോക്കൂ, ഫൈനൽ ലിക്വിഡിറ്റി എന്ന കോളത്തിൽ $52 വന്നതായിട്ട് കാണാൻ സാധിക്കും ആദ്യത്തെ ട്രാൻസാക്ഷനിൽ. ഇവിടെ $100 35% $35 ആണ്. $35 ആ സമയത്ത് ബൈ പ്രൈസ് 0.01 ആയതുകൊണ്ട് 35 ഭാഗം 0.01 നിങ്ങൾ കണക്കൂട്ടി നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും 3500 യൂണിറ്റ്സുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ലിക്വിഡിറ്റി കോയിൻ എണ്ണം വന്നു കഴിഞ്ഞാൽ സിസ്റ്റം ലിക്വിഡിറ്റിയെ കോയിന്റെ എണ്ണം കൊണ്ട് ഹരിക്കും. അപ്പൊ 52നെ 3500 കൊണ്ട് ഹരിക്കും. അങ്ങനെ ഹരിക്കുമ്പോൾ പുതിയൊരു ബൈ പ്രൈസ് ക്രിയേറ്റ് ചെയ്യപ്പെടും 0.01487. നോക്കൂ, വില കൂടി. 0.01 എന്നുള്ളത് 0.014857 കൂടി. സെയിം ടൈം പഴയ ബൈ പ്രൈസിനെ സെൽ പ്രൈസ് ആയിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്തു. ഇവിടെ ആശയത്തിന് വലിയൊരു പ്രസക്തി നമുക്ക് കാണാൻ സാധിക്കും. ഈ ആശയത്തിന്റെ പ്രസക്തിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു ബൈ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു ബൈ ട്രാൻസാക്ഷൻ ഒരു എമൗണ്ട് വരുമ്പോൾ അതിൽ 52% ലിക്വിഡിറ്റിക്ക് ആഡ് ചെയ്യുന്നു. സെയിം ടൈം യൂണിറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. സെയിം ടൈം ലിക്വിഡിറ്റി കോയിൻ നമ്പർ ഡിവൈഡ് ചെയ്ത് പുതിയ ബൈ പ്രൈസ് കണ്ടെത്തുന്നു. സെയിം ടൈം പഴയ ബൈ പ്രൈസിന് സെൽ പ്രൈസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ഈ 4 ട്രാൻസാക്ഷൻ ഇന്നും ഒരു ബൈ ട്രാൻസാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഒരു ഫൈനൽ കോയിൻ നമ്പർ ഉണ്ടാകും. ഇപ്പോൾ ഒരു ഫൈനൽ ലിക്വിഡിറ്റി ഉണ്ടാകും. ഒരു എമൗണ്ട് ഉള്ളിൽ വന്നാൽ ഇപ്പൊ തന്നെ ആ ലിക്വിഡിറ്റിയുടെ കൂടെ 52% ഫണ്ട് കയറ്റും. നിലവിലുള്ള കോയിന്റെ കൂടെ 35% വിലയുള്ള കോയിൻ ആ സമയത്ത് ബൈ പ്രൈസ് ക്രിയേറ്റ് ചെയ്ത് അതും ആഡ് ചെയ്യും. ലിക്വിഡിറ്റി കോയിൻ നമ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ അത് ഡിവൈഡ് ചെയ്തിട്ട് പുതിയൊരു കോയിൻ ബൈ പ്രൈസ് കണ്ടെത്തും. ആ ബൈ പ്രൈസ് കണ്ടെത്തുമ്പോൾ പഴയ ബൈ പ്രൈസിന് സെൽ പ്രൈസ് ആയിട്ട് സെറ്റ് ആവുകയും ചെയ്യും. ആദ്യത്തെ 3 ട്രാൻസാക്ഷൻ പരിശോധിച്ച് നോക്കിയേ. ആദ്യത്തെ 3 ട്രാൻസാക്ഷൻസിലൂടെ സിസ്റ്റത്തിൽ ലിക്വിഡിറ്റി കൂടി $156 കോയിന്റെ എണ്ണം കൂടി 7826.460799 കോയിനിലേക്ക് എത്തി. ബൈ പ്രൈസ് 0.019932 എത്തി. സെൽ പ്രൈസ് 0.01776 എത്തി. ഈ സമയത്ത് ഒരു സെൽ ട്രാൻസാക്ഷൻ നടക്കുകയാണ്. എന്താണ് സെൽ ട്രാൻസാക്ഷൻ നടക്കുന്നത്? 1000 കോയിന് പേയ്മെന്റ് കൊടുക്കണം. 1000 പേയ്മെന്റ് കൊടുക്കണം. 1000 കോയിന് സിസ്റ്റം ചെയ്യുന്ന ജോലി സെല്ലിൽ നോക്കൂ 100% ബേണിംഗ് ആണ്. അപ്പോ 1000 കോയിന് ബേൺ ചെയ്ത് കളയും. ബേണിംഗ് പ്രോസസ്സിലൂടെ എന്താണ് സംഭവിക്കുക? 7826 എന്ന കോയിൻ 6826 ആയിട്ട് കുറയുകയാണ്. ഇവിടെ 1000 കോയിന് 0.01776 എന്ന എമൗണ്ട് പ്രകാരം പേയ്മെന്റ് കൊടുക്കണം. പക്ഷെ ആ പേയ്മെന്റ് 90% കൊടുത്താൽ മതി. സിസ്റ്റത്തിൽ സെല്ലിന് ഒരു കണ്ടീഷൻ ഉണ്ട്. 100% ബേൺ ചെയ്യുമ്പോൾ 90% പേ ഔട്ട് മാത്രമേ ലിക്വിഡിറ്റിന്ന് കൊടുക്കൂ. സോ കൊടുക്കേണ്ട എമൗണ്ട് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിന്റെ 90% കണ്ടെത്തുന്നു. അത് ലിക്വിഡിറ്റിയിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ ലിക്വിഡിറ്റി 140.0157635 ആയിട്ട് കുറയുന്നു. കോയിൻ നമ്പർ 682626.460799 ആയിട്ട് കുറയുന്നു. പുതിയ ലിക്വിഡിറ്റിയെ കോയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വീണ്ടും അടുത്ത ബൈ പ്രൈസ് വരികയാണ് 0.020511. വില കൂടി. വിൽപ്പനയാണ് നടന്നത്, വില കൂടി. സെയിം ടൈം പഴയ ബൈ പ്രൈസ് സെൽ പ്രൈസ് ആയിട്ട് സെറ്റ് ചെയ്തു. നോക്കൂ, സെല്ല് നടക്കുമ്പോഴും വില കൂടുന്ന പ്രോസസ്. വീണ്ടും ഒരു സെല്ല് നടക്കുകയാണ്, വീണ്ടും വില കൂടുകയാണ്. ഇവിടെ സിസ്റ്റം വളരെ മനോഹരമായ ഒരു ആശയമാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് 21/11/2024 പ്രകാരമുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 9:48 ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം സിസ്റ്റത്തിന്റെ ബൈ പ്രൈസ് 0.221637 എന്നാണ്. എന്നാൽ ഇന്ന് എത്ര ദിവസങ്ങൾ പിന്നിട്ടു എന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് 2-ാം തീയതിയാണ്. ഡിസംബർ മാസം 2-ാം തീയതി. ഈ ഡിസംബർ മാസം 2-ാം തീയതി സിസ്റ്റത്തിന്റെ സൈറ്റ് എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലൈവ് ആയിട്ടുള്ള ബൈ പ്രൈസ് നമുക്ക് കാണാൻ സാധിക്കും. ആ ബൈ പ്രൈസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു പ്രോസസ് ഉണ്ട്. സമയം ചെല്ലുന്തോറും ഇതിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വില 0.222974 ആണ്. അതായത് 1637 എന്ന പ്രൈസ് 2974 എന്ന പ്രൈസിലേക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞു എന്നർത്ഥം. സെയിം ടൈം ബൈ സെൽ പ്രൈസ് പരിശോധിക്കുമ്പോൾ 0.222951 ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞു. നോക്കൂ, അതനുസരിച്ച് ഫൈനൽ ലിക്വിഡിറ്റിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ $57,665 ആണെങ്കിൽ ഇപ്പോ സിസ്റ്റത്തിൽ കാണുന്ന ഫൈനൽ ലിക്വിഡിറ്റി 59,245.2539 ആണ്. അതായത് എത്ര കോയിൻ കൈവശമുണ്ടോ അത്രയും കോയിൻ ആ സമയത്ത് സെൽ പ്രൈസ് കൊണ്ട് വിൽക്കുന്ന പ്രോസസ് നടന്നാൽ എത്ര എമൗണ്ട് വേണോ അതാണ് ഫൈനൽ ലിക്വിഡിറ്റി. ആ ഫൈനൽ ലിക്വിഡിറ്റി ഏത് സമയത്തും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു.
കോയിന്റെ വില കൂടുന്നതനുസരിച്ച് ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു. കോയിന്റെ എണ്ണത്തിനനുസരിച്ച് മാറ്റം വരുന്നു, സെൽ പ്രൈസ് മാറുന്നു, അതനുസരിച്ച് കോയിൻ ലിക്വിഡിറ്റിയും ഫൈനൽ കോയിനും മാറിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ എപ്പോഴും അതിൽ കൂടുതൽ എമൗണ്ട് സ്മാർട്ട് കോൺട്രാക്റ്റിൽ ബാലൻസ് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, ഇവിടെ സ്മാർട്ട് കോൺട്രാക്ട് ബാലൻസ് അന്നത്തെ ഡേറ്റ് അനുസരിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ $59,000 ആണെങ്കിൽ ഇന്ന് കോൺട്രാക്ട് ബാലൻസ് 60,730 ആണ്. സോ എല്ലാ അർത്ഥത്തിലും ബൈ സെൽസ്, ബൈ പ്രൈസ്, സെൽ പ്രൈസ്, ലിക്വിഡിറ്റി, കോയിൻ, പ്രീമൈൻഡ് കോയിൻ, സ്മാർട്ട് കോൺട്രാക്ട് ബാലൻസ് എല്ലാം കൃത്യമായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഒരു അത്ഭുതപ്പെടുന്ന ഒരു സത്യമുണ്ട്. കേവലം 8 മാസം കൊണ്ട് ആദ്യം വന്ന സുഹൃത്ത് 3500 കോയിൻ ഈ സിസ്റ്റത്തിലൂടെ സമ്പാദിച്ചപ്പോ ആ കോയിൻ $0.221637 എന്ന പ്രൈസിലാണ് സെല്ല് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന് $775 ലഭിക്കുമായിരുന്നു. $100 കൊണ്ട് ഒരാൾ കടന്നു വന്നപ്പോ $775 അതിന്റെ വലിപ്പം എത്തിയെന്ന് പറഞ്ഞാൽ, അതും 8 മാസം കൊണ്ട് എത്തിയെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പ്ലാറ്റ്ഫോമായിട്ട് ടെതറോഷിനെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഇനി വരാൻ പോകുന്ന കാലഘട്ടം ടെതറോഷിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ഈ സിസ്റ്റത്തിൽ വെച്ചിരിക്കുന്ന 2 ലിമിറ്റേഷൻസ്, ആ ലിമിറ്റേഷൻസ് ഈ സിസ്റ്റത്തിൽ എപ്പോഴും ബയേഴ്സിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കും. സെല്ലേഴ്സിന്റെ എണ്ണം കൂടുന്നതിനൊപ്പം ബയേഴ്സിന്റെ എണ്ണവും കൂടുന്ന സാഹചര്യം ഈ 2 ലിമിറ്റേഷൻ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. ഉദാഹരണം, ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടു, $100 കൊണ്ട് കടന്നു വന്ന ഒരാൾ ഇന്ന് $775 അദ്ദേഹത്തിന്റെ കോയിൻ സെല് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. പക്ഷെ സിസ്റ്റം അദ്ദേഹത്തിന് മുമ്പിൽ കഴിച്ച കണ്ടീഷൻ, അദ്ദേഹത്തിന്റെ പാക്കേജ് $100 കൊണ്ടായതുകൊണ്ട് $200 അദ്ദേഹത്തിന് വിൽക്കാം. അപ്പൊ 775-ൽ നിന്നും $200 കൊടുത്താൽ ബാക്കി 575 ഉണ്ട്. അത് വിഡ്രോ ചെയ്യണമെങ്കിൽ അദ്ദേഹം റീബൈ ചെയ്ത് ലിമിറ്റ് കൂട്ടണം. സോ അദ്ദേഹം $200 വിൽക്കുമ്പോൾ സിസ്റ്റത്തിന്റെ കണ്ടീഷൻസ് 90%, $180 അദ്ദേഹത്തിന് കിട്ടും. അതിൽ നിന്ന് ഒരു $100 റീബൈ ചെയ്താൽ ഉപയോഗിച്ചാൽ മതി. സോ റീബൈക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു ഫണ്ട് അദ്ദേഹം കണ്ടെത്തേണ്ട ആവശ്യം വരുന്നില്ല. ഈ സിസ്റ്റത്തിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കും. സോ 575 അദ്ദേഹം വിഡ്രോ ചെയ്യാൻ റീബൈ ചെയ്തപ്പോ വീണ്ടും 200 വിഡ്രോ ചെയ്തു, വീണ്ടും 180 കിട്ടി. ബാക്കി 357 അദ്ദേഹത്തിന്റെ കയ്യിൽ വീണ്ടും ബാക്കിയാണ്. അത് വിഡ്രോ ചെയ്യണമെങ്കിൽ വീണ്ടും റീബൈ ചെയ്യണം. സോ ഓരോ റീബൈ ചെയ്യുമ്പോഴും സിസ്റ്റത്തിൽ വില കൂടുകയാണ്, ഓരോ സെല്ല് നടക്കുമ്പോഴും സിസ്റ്റത്തിൽ വില കൂടുകയാണ്. സോ ആ 3500 കോയിൻ കിട്ടിയ ഒരാൾ ആ സിസ്റ്റത്തിൽ വിഡ്രോ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വീണ്ടും വീണ്ടും പ്രൈസ് കയറുന്ന ഒരു സാഹചര്യം, ലാഭം കൂടുന്ന ഒരു സാഹചര്യം ഈ പ്രോസസ് സൃഷ്ടിക്കപ്പെടുന്നു. സോ ഒരു 10,000 ആൾക്കാര്, 1,00,000 ആൾക്കാർ, 2,00,000 ആൾക്കാരൊക്കെ സിസ്റ്റത്തിൽ വരുമ്പോ ഈ സിസ്റ്റത്തിൽ വരുന്ന ആൾക്കാരെല്ലാം വലിയ ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാരായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ട് സിസ്റ്റം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ടീം ഇൻകം ലിമിറ്റ്. ഒരാൾ $20 സ്റ്റാർട്ട് ചെയ്തു, അദ്ദേഹം വളരെ ഫാസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് വളരെ പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കുന്നു. വളരെ പെട്ടെന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോയിന്റെ പ്രൈസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം അദ്ദേഹത്തിന്റെ ഇൻകം വിഡ്രോ ചെയ്യാനുള്ള ലിമിറ്റ് വീണ്ടും കോയിന്റെ വില കൂടാൻ കാരണമായി തീരും. കാരണം $20 അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ $60 വരെ അദ്ദേഹം വിഡ്രോ ചെയ്യാം, 3 ഇരട്ടി. ബാക്കിയുള്ളത് വിഡ്രോ ചെയ്യണമെങ്കിൽ റീബൈ ചെയ്ത് ലിമിറ്റ് കൂട്ടണം. റീബൈ ചെയ്യുമ്പോൾ $20 ചെയ്ത ഒരാൾക്ക് $20 ചെയ്യാം, $100 ചെയ്യാം, $500 ചെയ്യാം. $500 ചെയ്ത ഒരാൾക്ക് വീണ്ടും $20 വേണമെങ്കിൽ ചെയ്യാം, $1000 ചെയ്യാം. $1100 ചെയ്യാൻ പറ്റില്ല. കാരണം 1000 വരെയുള്ള പാക്കേജ് മാക്സിമം ആണ്. പക്ഷെ 1000 എന്ന സംഖ്യ പല പ്രാവശ്യം വേണ്ടി ചെയ്യാം. 1000 ഇങ്ങനെ 10 പ്രാവശ്യം വേണ്ടി ചെയ്യാം. അതിനൊന്നും സിസ്റ്റത്തിന് പ്രശ്നമില്ല. മാക്സിമം സിംഗിൾ ബൈ 1000 ആണ്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഈ സിസ്റ്റത്തിൽ വലിയ വലിയ പ്ലെയേഴ്സ് വരുമ്പോൾ ഒരുപക്ഷെ ഒരു 10 ലക്ഷം മുടക്കിയിട്ട് ഒരാൾ കടന്നു വരാൻ തയ്യാറായി. അദ്ദേഹം ആ 10 ലക്ഷം ഉപയോഗിച്ചിട്ട് ഏകദേശം USDT നമുക്ക് ലഭിക്കുമ്പോൾ ഏതാണ്ട് 11,300 USDT ലഭിക്കും. അത് വൺ ടൈം ചെയ്യാൻ പറ്റുന്ന സാഹചര്യമായിരുന്നെങ്കിൽ ഒരു ഹ്യൂജ് നമ്പർ ഓഫ് കോയിൻസ് അദ്ദേഹത്തിന്റെ കൈവശം തന്നെ വരുമായിരുന്നു. പക്ഷെ ഇവിടെ $1000 ഗുണിതങ്ങളായിട്ട് അദ്ദേഹം ചെയ്തു പോകുമ്പോൾ 11-12 പ്രാവശ്യമായിട്ട് അദ്ദേഹം ബൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ടോട്ടൽ കമ്മ്യൂണിറ്റി വില കൂടിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് അദ്ദേഹത്തിന് കിട്ടുന്ന കോയിന്റെ എണ്ണവും കുറഞ്ഞുകൊണ്ടിരിക്കും. ആദ്യത്തെ $1000 കൊണ്ട് വാങ്ങിയപ്പോൾ കിട്ടിയ കോയിൻ രണ്ടാമത്തെ $1000 കൊണ്ട് വാങ്ങുമ്പോൾ കിട്ടില്ല. സോ 2 ലിമിറ്റേഷൻസ് ഈ സിസ്റ്റത്തിൽ വെച്ചതുകൊണ്ട് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മിറാക്കിൾസ് ആണ്. ഇൻക്രീസ് യുവർ ലിമിറ്റ് ബൈ ബൈയിങ് ന്യൂ കോയിൻസ്. വീണ്ടും വീണ്ടും കോയിൻ വാങ്ങുന്ന പ്രോസസ് അത് ഈ സിസ്റ്റം ഇൻബിൽറ്റ് ആയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ഡിമാൻഡ് ക്രിയേഷന് വേണ്ടി വേറൊരു പ്രൊജക്ട് ഈ സിസ്റ്റത്തിന് ആവശ്യമില്ല. എങ്കിൽ പോലും ഈ സിസ്റ്റത്തിൽ വലിയ സാധ്യതകൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വഴിയെ അറിയാനും സാധിക്കും. ഇനി സിസ്റ്റം തരുന്ന ഇൻകം സോഴ്സുകൾ, ഒന്ന് നമ്മൾ കണ്ടു നെറ്റ്വർക്ക് ഇൻകം ആണ്. എന്നൊരു പാസീവ് ഇൻകം സോഴ്സ് കൂടി വേണ്ടേ? എങ്കിൽ മാത്രമല്ലേ ഇനാക്റ്റീവായി നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകൂ. ഒരാൾ $1,600 മുതൽ മുടക്കി കടന്നു വന്നു എന്ന് വിചാരിക്കാം.
അദ്ദേഹം ഈ സിസ്റ്റത്തിലൂടെ എന്തെല്ലാം തരത്തിൽ വരുമാനം ഉണ്ടാക്കാം? അദ്ദേഹം ഒരു വർക്കും ചെയ്യുന്നില്ല, ഒരാളെ റെഫർ ചെയ്യുന്നില്ല, എങ്കിൽ എത്ര വരുമാനം അദ്ദേഹത്തിന് ഉണ്ടാക്കാം? സിസ്റ്റം പറയുന്നു, ഒന്നാമത്തത് അദ്ദേഹത്തിന് കിട്ടുന്ന വിർച്വൽ കോയിൻ അപ്രീസിയേഷൻ തന്നെയാണ്. $1600 മുതൽ മുടക്കി വരുമ്പോ അതിൽ 35% വിലയുള്ള കോയിൻ, ഏകദേശം $560 വിലയുള്ള കോയിൻ അദ്ദേഹത്തിന് ഇൻസ്റ്റന്റ് ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. അത് ഗ്രോ ചെയ്യുകയാണ്. എങ്ങനെ? സിസ്റ്റത്തിൽ നടന്ന ട്രാൻസാക്ഷനെ ബേസ് ചെയ്ത് ബൈ സെൽ ട്രാൻസാക്ഷൻ എത്ര നടക്കുന്നു അത്രയും പ്രാവശ്യം വില മാറിക്കൊണ്ടിരിക്കും. ഇന്ന് 24 പ്രാവശ്യം വില മാറിയിട്ടുണ്ടെങ്കിൽ 24 പ്രാവശ്യം വില കയറിയെന്നർത്ഥം. നാളെ 100 പ്രാവശ്യം വില മാറിയിട്ടുണ്ടെങ്കിൽ 100 പ്രാവശ്യം വില കയറിയെന്നർത്ഥം. ആരുടെ? ഈ സിസ്റ്റത്തിലുള്ള ഓരോ ആളുകളുടെയും കയ്യിലുള്ള വിർച്വൽ കോയിന്റെ. സ്വാഭാവികമായിട്ടും വിർച്വൽ കോയിനിലൂടെ ലഭിക്കുന്ന അപ്രീസിയേഷൻ എത്രമാത്രം വലുതാകണമെന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം. അത്രയും നാളൊന്ന് കാത്തിരുന്നാൽ മാത്രം മതി. അതേസമയം തന്നെ എല്ലാ ദിവസവും സിസ്റ്റത്തിൽ നടക്കുന്ന ടേൺ ഓവറിനെ ബേസ് ചെയ്തുകൊണ്ട് സിസ്റ്റം ഒരു ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകവും അവർക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ 1600 എന്ന സംഖ്യ പറയാൻ കാരണം $100, $500, $1000 ഒരു ഐഡിയയിൽ പരമാവധി ലഭിക്കുന്നത് ഈ 3 സംഖ്യകൾക്ക് മാത്രമാണ്. അപ്പൊ 100 ചെയ്ത ഒരാൾ പിന്നീട് എപ്പോഴോ 500 ചെയ്തു, പിന്നീട് എപ്പോഴോ 1000 ചെയ്തു എങ്കിൽ $1600 പൂൾ ഇൻകം അദ്ദേഹത്തിന് ലഭിക്കും. അത് $1600 തിരിച്ചു കിട്ടുന്നത് വരെയാണ് കിട്ടുക. അതിനുവേണ്ടി $100 1 പോയിന്റ്, $500 5 പോയിന്റ്, $1000 10 പോയിന്റ്, ഇങ്ങനെ പോയിന്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഈ പോയിന്റുകൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 കണക്ക് കൂട്ടിയെടുക്കും. എന്നിട്ട് സിസ്റ്റം ടേൺ ഓവറിന്റെ 4% ഫണ്ട് കൊടുക്കും. ആ ഫണ്ടിന്റെ കൂടെ അൺപെയ്ഡ് കമ്മീഷൻസ് ആഡ് ചെയ്യപ്പെടും. എന്താണ് അൺപെയ്ഡ് കമ്മീഷൻ അറിയാമോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 3, 4, 5 ലെവലിൽ ഇൻകം കിട്ടാൻ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന്. 6 മുതൽ 10 ലെവലുള്ള ഇൻകത്തിന് ഒരു കണ്ടീഷൻ ഉണ്ടെന്ന്. ഈ 2 കണ്ടീഷനും ആരെങ്കിലും ഇപ്പോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3, 4, 5 ലെവൽ മുതലുള്ള ലെവലിൽ ഇൻകം കിട്ടുമ്പോൾ അത് സിസ്റ്റം നേരെ പൂൾ ഇൻകത്തിലേക്ക് ആഡ് ചെയ്യപ്പെടും. സോ 4% ഫണ്ട് പ്ലസ് അൺപെയ്ഡ് ഇൻകം, ഇത് കൂട്ടി വരുന്ന ഫണ്ടിനെ ടോട്ടൽ പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പോയിന്റിന്റെ വില ലഭിക്കും. ആ ഒരു പോയിന്റിന്റെ വില $0.25 എന്നാണെങ്കിൽ 16 പോയിന്റ് കിട്ടിയ അദ്ദേഹത്തിന് ഒരു ദിവസം കിട്ടുന്നത് $4 ആയിരിക്കും. ആ പോയിന്റ് വില $0.5 എന്നാണെങ്കിൽ അദ്ദേഹത്തിന് അതിൽ കിട്ടുന്നത് $8 ആയിരിക്കും. ആ പോയിന്റിന്റെ വില $1 എന്നാണെങ്കിൽ അദ്ദേഹത്തിന് അന്ന് $16 ലഭിക്കുന്നുണ്ടാകും. ഒരു പോയിന്റ് വില $2 എന്നാണെങ്കിൽ അത് $32 ലഭിക്കുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിക്കും. സോ ഇങ്ങനെ വന്നു ചേരുന്ന എമൗണ്ട്, ഓരോ ദിവസവും വന്നു ചേരുന്ന എമൗണ്ട് ചെറിയ ചെറിയ തുള്ളികളായി പല പെരുവെള്ളമായി $1600 ആയി അദ്ദേഹത്തിന്റെ കയ്യിൽ ലഭിക്കും. സോ പൂളിംഗത്തിലൂടെ $1600 ലഭിക്കുന്നു. വിഡ്രോ ചെയ്യുമ്പോൾ ഒരു സർവീസ് ചാർജും ഇല്ലാതെ അത് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും. സെയിം ടൈം കോയിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. $560 തുടക്കത്തിലുള്ള വില കൂടി $3400 എത്തുന്നു എന്ന് വിചാരിക്കുക. സോ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇൻകം ലിമിറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം എന്താ? കോയിൻ 2x വിൽക്കാൻ സാധിക്കുക. സോ $1600 മുടക്കി $3200 എത്തി. അവിടെ വിൽക്കണോ വേണ്ടയോ എന്ന തീരുമാനം അദ്ദേഹത്തിന് എടുക്കാം. വിൽക്കാതിരുന്നാൽ അത് വീണ്ടും കൂടിക്കൊണ്ടിരിക്കും, വില കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ വിൽക്കാൻ $3200 സാധിക്കൂ. കൂടുതലുള്ള എമൗണ്ട് വിൽക്കണമെങ്കിൽ റീബൈ ചെയ്ത് ലിമിറ്റ് ഒന്ന് കൂട്ടിയാൽ മതി. സോ വിറ്റു എന്ന് വിചാരിക്കുക. $1600 വിഡ്രോ ചെയ്തു. പൂളിംഗത്തിലൂടെ $1600 ലഭിച്ചു. 3200 കോയിൻ, $3200 കോയിൻ സെല്ല് ചെയ്തു. സിസ്റ്റം 90% പേ ഔട്ട് കൊടുത്തു. $2880. 1600 പ്ലസ് 2880 എന്ന് പറയുമ്പോൾ $4480 ആണ്. ഒരു $1600 മുടക്കുന്ന ഒരാൾക്ക് $4480 ഒരു വർക്കും ചെയ്യാതെ കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം എത്രമാത്രം ഇൻകം പൊട്ടൻഷ്യൽ ഉള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചു, ആദ്യത്തെ വ്യക്തിക്ക് 7 മടങ്ങ് ഗ്രോത്ത് ഇന്നുണ്ട്. നമ്മളിവിടെ 1 മടങ്ങ് ഗ്രോത്ത് കിട്ടുന്നതിനെ കുറിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. അത് 7 മടങ്ങ് എത്തുന്ന അവസ്ഥയിലേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, 10 മടങ്ങ് അവസ്ഥയിലേക്ക് എത്താൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഈ വെയിറ്റ് ചെയ്യാൻ തയ്യാറായി എന്ന് പറയുമ്പോൾ ഒരാൾ വിചാരിക്കും ഇത് കാലാകാലം വെയിറ്റ് ചെയ്യണമെന്ന്. ഒരിക്കലും വേണ്ട. പൂളിംഗം ഡെയിലി കിട്ടുന്നതാണ്. ഡെയിലി തന്നെ വിഡ്രോ ചെയ്യാം. ഡെയിലി കോയിന് ഗ്രോത്ത് ഉണ്ട്. ഒരു മാസത്തിൽ വിഡ്രോ ചെയ്യുന്ന പ്രോസസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി. ഒരു മാസം കിട്ടിയ പൂളിംഗം മുഴുവൻ വിഡ്രോ ചെയ്തെടുത്തു. ഒരു മാസത്തിൽ $560 നിന്ന് ഗ്രോ ചെയ്ത് $580 എത്തി. സോ ആ $20 ഗ്രോത്ത് അദ്ദേഹം വിഡ്രോ ചെയ്തു. അപ്പൊ പൂളിംഗത്തിലൂടെ കിട്ടിയ എമൗണ്ടും $20 കൂട്ടുമ്പോൾ ഒരു സംഖ്യയായി. അവിടെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള യൂണിറ്റ്സിന്റെ എണ്ണം കുറച്ച് കുറയും. പക്ഷെ ബേസ് വാല്യൂ $560 അവിടെയും അപ്പോഴും ബാക്കിയാണ്. അടുത്ത മാസം വീണ്ടും പൂളിംഗത്തിലൂടെ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നു. കോയിൻ വീണ്ടും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ മാസവും സെയിം തന്നെ അദ്ദേഹം റിപ്പീറ്റ് ചെയ്തു. ഇങ്ങനെ എല്ലാ മാസവും വിഡ്രോ ചെയ്യുന്ന പ്രോസസ് വേണമെങ്കിൽ ഈ സിസ്റ്റത്തിൽ അദ്ദേഹത്തിന് വർക്ക്ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ സിസ്റ്റത്തിൽ ഒരു തരത്തിലുള്ള കണ്ടീഷൻ സിസ്റ്റം പറഞ്ഞിട്ടില്ല. സാധാരണ സിസ്റ്റങ്ങളിൽ പോയാൽ അങ്ങനെയല്ലല്ലോ. നമ്മൾ $1000, $1600, $2000 മുതൽ മുടക്കിയാൽ നമ്മൾ വിചാരിക്കും ഈ $2000 കോയിൻസ് നമുക്ക് കിട്ടിയെന്ന്.
സത്യത്തിൽ അത് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കത് സെല്ല് ചെയ്ത് പൈസയാക്കാൻ പറ്റുന്നില്ല. അത് സ്റ്റേക്ക് ചെയ്ത് വെക്കണം, ഹോൾഡ് ചെയ്ത് വെക്കണം. ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്ക് വെയിറ്റ് ചെയ്തേ പറ്റൂ. ആ വെയിറ്റ് ചെയ്യുമ്പോൾ അവർ തരുമെന്ന് പറയുന്ന കാര്യം കിട്ടിയാൽ നമുക്കത് എൻകാഷ് ചെയ്യാം. ഇവിടെ 35% ലഭിക്കുന്നത് ഓൺ ദ സ്പോട്ടിൽ വേണമെങ്കിൽ നമുക്ക് എൻകാഷ് ചെയ്യാം, USDT ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നമ്മുടെ ചോയ്സ് സിസ്റ്റത്തിൽ കിടക്കുകയാണ്. ഒരു $1,200 മുടക്കി ഒരാൾ കടന്നു വന്നു, അദ്ദേഹത്തിന് കിട്ടിയ $560 ഇൻസ്റ്റന്റ് അദ്ദേഹം സെല്ല് ചെയ്തു. സെല്ല് ചെയ്യുമ്പോൾ 10% കുറഞ്ഞ് ബാക്കി 90% കിട്ടും. $504 അദ്ദേഹത്തിന്റെ കയ്യിൽ ലഭിക്കും. പക്ഷേ ആ കോയിൻ സെല്ല് ചെയ്ത് നിൽക്കുന്ന സമയത്തും പിറ്റേ ദിവസം മുതൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ പൂളിംഗം വന്നുകൊണ്ടേയിരിക്കും. ആ പൂളിംഗം $1,600 എത്തുന്നത് വരെ കിട്ടിക്കൊണ്ടിരിക്കും. സോ അദ്ദേഹത്തിന് കിട്ടിയ എമൗണ്ട് 1,600 പ്ലസ് 504 $2,104 ആയി. അപ്പോഴും അദ്ദേഹം ലാഭത്തിലാണ്. ഇനി അദ്ദേഹം റഫർ ചെയ്യാൻ തയ്യാറായപ്പോ $1,600 3 ഇരട്ടി $4,800 വരെ അതും സമ്പാദിക്കാം. ഇനി അതിൽ കൂടുതൽ കിട്ടുമ്പോൾ അദ്ദേഹത്തിന് റീബൈ ചെയ്ത് ലിമിറ്റ് കൂട്ടി വീണ്ടും സമ്പാദിക്കാം. ആ റീബൈ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും കോയിൻസ് ലഭിക്കുകയാണ്. ഈ കോയിൻസ് തുടക്കത്തിൽ തന്നെ $3,200 ലിമിറ്റുള്ള അദ്ദേഹം വെറും $560 ആ ലിമിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള ലിമിറ്റ് അവിടെ കിടക്കുകയാണ്. റീബൈ ചെയ്ത് കിട്ടുന്ന കോയിൻസ് അദ്ദേഹം ഹോൾഡിംഗിൽ കീപ്പ് ചെയ്ത് പോകുന്ന അവസ്ഥയാണെങ്കിൽ ഈ ലിമിറ്റ് മുഴുവൻ ആ കോയിൻ വിൽക്കുന്ന സമയത്ത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. സോ ഒരു തരത്തിലും ഈ സിസ്റ്റത്തിൽ ഒരു നഷ്ടവുമില്ലാതെ നമുക്ക് മുന്നേറാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. വരുന്ന ഫണ്ടിനെ എന്ത് ചെയ്യുന്നു എന്ന് കൃത്യമായിട്ട് ഒരാളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. ഈ സിസ്റ്റം പറയുന്ന ഒരു വരുമാനം കിട്ടാൻ എന്താണ് ഇൻകം സോഴ്സ് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. ഈ ടെക്നോളജിയിലേക്ക് നമുക്കൊന്ന് കൈകോർക്കാൻ തയ്യാറാണെങ്കിൽ, ഈ ടെക്നോളജി നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിക്കാൻ തയ്യാറാണെങ്കിൽ, ഈ ടെക്നോളജി നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ ഇന്നലെ ലക്കി സ്റ്റാർ എന്നൊരു സിനിമ കാണുകയുണ്ടായി. അവിടെ അതിന്റെ നായകൻ വലിയ കഷ്ടപ്പാടിൽ നിന്ന്, വളരെ ബുദ്ധിമുട്ടിൽ നിന്ന് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ മാറുന്ന ഒരു സ്റ്റോറി. അതാണ് ലക്കി സ്റ്റാർ എന്ന സിനിമയുടെ ഇതിവൃത്തം. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെ ആ സ്റ്റാറിൽ നിന്ന് കാണാൻ സാധിക്കും. ടെതറോഷ് എന്ന പ്ലാറ്റ്ഫോം ആ സ്റ്റാർ മുന്നേറിയതുപോലെ വലിയ വലിയ വിജയങ്ങളിലേക്ക് മുന്നേറാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമായിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ റിലേറ്റ് ചെയ്യാൻ സാധിക്കും. എനിക്കത് റിലേറ്റ് ചെയ്യാൻ സാധിച്ചു. ഉറപ്പായിട്ടും ആ ഒരു അച്ചീവ്മെന്റ് വരുന്ന ഒരു വർഷം കൊണ്ട് എന്റെ ലൈഫിൽ എത്തുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. തീർച്ചയായും ഇന്ന് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്ത് USDT അക്യുമുലേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം ഒരു സോളിഡ് ടീം ബിൽഡ് ചെയ്തുകൊണ്ട് തുടങ്ങുക. ഒന്നിനു വേണ്ടി കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലില്ല. ആർക്ക് വേണ്ടി കാത്തിരിക്കണം? ബൈ പ്രോസസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു, സെൽ പ്രോസസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. കഴിഞ്ഞ 8 മാസമായിട്ട് അത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു. 2024 മാർച്ച് 20 മുതൽ ഇന്ന് വരെയുള്ള കംപ്ലീറ്റ് അക്കൗണ്ടും ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാൻ പറ്റുന്ന സാഹചര്യം ഈ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ചെയിനിൽ നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ എന്തിനു വേണ്ടി കാത്തിരിക്കണം? ആർക്ക് വേണ്ടി കാത്തിരിക്കണം? കാത്തിരിക്കാതിരുന്നാൽ ലോകം മുഴുവൻ വുഡ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നമ്മളായിരിക്കും രാജാക്കന്മാർ. ആ രാജാക്കന്മാരായി ഇത് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ എല്ലാവരെയും ആശംസിച്ചുകൊണ്ട് ഈ പ്രസന്റേഷന്റെ ഈ ഒരു ഭാഗം ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു. Thank you, Raju sir. Thank you very much. ഭയങ്കരമായിട്ടുള്ള നോയ്സ് ആണ്, ഭയങ്കര മഴയും ഇതൊക്കെയാണ്, ഹെവി മഴയാണ് പേശിയത്. അപ്പൊ നമുക്ക് ഫർദർ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആൻസർ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺമ്യൂട്ട് ചെയ്ത് തരാം. പേരാണ് നമുക്ക് മീറ്റിംഗ് ഹാളിൽ ഉള്ളത്. അതിൽ 3 ഐഡികൾ 38 പേരുണ്ട്. അതിൽ 3 ഐഡികൾ ഓൾറെഡി ഞാനൊരു പ്രസന്ററാണ്. 2 സിസ്റ്റം ഡെവലപ്പേഴ്സിൽപ്പെട്ട 2 പേരുണ്ട്. ബാക്കി വരുന്ന 35 പേർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ, ക്ലാരിറ്റി വേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൈക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഹാൻഡ് റൈസ് ചെയ്യാം. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് തരുന്നുണ്ടാകും. ചോദ്യങ്ങൾ ചോദിച്ച് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ആരും ചോദ്യം ചോദിക്കാൻ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം സിസ്റ്റം പക്ക പെർഫെക്റ്റ് ആണ്. അത് ബോധ്യപ്പെടാൻ
നമുക്ക് പറ്റിയാൽ നമ്മുടെ ലൈഫ് മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സോ ഇന്നത്തേക്ക് വിട ചോദിക്കാമെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം, ശുഭരാത്രി നേർന്നുകൊണ്ട് തൽക്കാലം വിട ചോദിക്കുന്നു. നാളെ 9 മണിക്ക് ഹിന്ദിയിലുള്ള പ്രസന്റേഷനിലേക്ക് നമ്മൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മൾ മനസ്സിലാക്കുക, ലോകം വിരൽത്തുമ്പിലാണ്. ഭാഷയുടെ അതിർത്തികൾ നമുക്ക് വേണ്ട. ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യം, വീട്ടിലിരുന്നുകൊണ്ട് ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലുള്ളപ്പോ നമ്മൾ ഒന്നിനും വേണ്ടി കാത്തിരിക്കരുത്. ടെക്നോളജി യൂസ് ചെയ്ത് ഇന്ന് ഈ രാത്രി 10 പേരിലേക്ക് ഈ ആശയം എത്തിക്കാൻ പറ്റുമോ? 10 പേരെ ഈ ബിസിനസിന്റെ ഭാഗമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുമോ? അത് നാളെ 100 പേരായിട്ട് മാറാം, അത് 1000 പേരായിട്ട് മാറും, അത് 10,000 പേരായിട്ട് മാറും, അത് 1,00,000 പേരായിട്ട് മാറും. അങ്ങനെ മാറുന്ന സാഹചര്യം മാത്രമേ ലോകത്ത് ട്രെൻഡുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളൂ. ലോകത്ത് വിജയിച്ച ഏത് മേഖലയുടെയും പുറകെ ആ കമ്മ്യൂണിറ്റിയെ നമുക്ക് കാണാൻ സാധിക്കും. ബിറ്റ്കോയിൻ ഒരു ചർച്ചാ വിഷയമാണെന്ന്. ബിറ്റ്കോയിൻ ഒരു ചർച്ചാ വിഷയമാണെങ്കിൽ 2009 ബിറ്റ്കോയിൻ തുടങ്ങുന്ന സമയത്ത് ആ സിസ്റ്റത്തിലുള്ള കമ്മ്യൂണിറ്റി അല്ല ഈ 2024 നമ്മൾ ബിറ്റ്കോയിൻ നോക്കി കാണാൻ മനസ്സിലാക്കാൻ സാധിക്കുക. 2011 മുതലുള്ള ഹിസ്റ്ററി നെറ്റ്വർക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഓൺലൈനിൽ നമുക്ക് പരിധിയാൽ നമുക്ക് കാണാൻ സാധിക്കും. 2011 വെറും ഒരു ദിവസം നടന്ന ട്രാൻസാക്ഷൻ വെറും $20,000, $30,000, $44,000 ആ റേഞ്ചിൽ മാത്രമേ ഉള്ളൂ. ഒരു ബിറ്റ്കോയിൻ നടന്ന ടേൺ ഓവറിന്റെ കഥയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ 2024 പരിശോധിക്കുമ്പോൾ അത് $38 ബില്യൺ, $40 ബില്യൺ, $50 ബില്യൺ, $60 ബില്യൺ. വെറും $20,000 നിന്ന് $60 ബില്യൺ മാറ്റം. അതിനുവേണ്ടി സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന കമ്മ്യൂണിറ്റി, അതാണ് ബിറ്റ്കോയിനെ സക്സസ് ആക്കി മാറ്റിയത്. വെറും 1450 ആൾക്കാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അതിനി 14,000 ആൾക്കാർ എത്തുമ്പോ, അത് 1,44,000 ആൾക്കാർ എത്തുമ്പോ, അത് 14 ലക്ഷം ആൾക്കാർ എത്തുമ്പോ, 1,40,00,000 ആൾക്കാരെ എത്തുമ്പോ നമ്മളെല്ലാം കോടികൾ കയ്യിലിട്ട് അമ്മാനം മാറുന്ന ആൾക്കാരായിട്ട് മാറണം. അതിന് സമയം നശിപ്പിച്ചു കളയരുത്. ഉപയോഗിക്കുക, വിജയിക്കുക. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു ഓൾ.